ഹായ്, എൻ്റെ പേര് ലിബിൻ ജോൺസൺ. തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 ഇയർ കംപ്ലീറ്റ് ആയി. ഞാൻ ലാസ്റ്റ് ജൂണിലാണ് സർജറി കംപ്ലീറ്റ് ചെയ്തത്. ഇന്ന് റിയൽ ടൈം സഫയർ മെത്തേഡാണ് ചൂസ് ചെയ്തിരുന്നത്. എൻ്റെ ഹെയർ ഒരു 2018 തൊട്ട് നല്ല രീതിക്ക് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് 2 പേര്, ക്ലോസ് ഫ്രണ്ട്സ് 2 പേര് ലാഡൻ സിറ്റിയിൽ സർജറി ചെയ്ത് അവർക്ക് നല്ല രീതിക്കുള്ള റിസൾട്ട് വന്നതിന് ശേഷം അപ്പോൾ അവരെന്നോട് കുറച്ച് നാളായിട്ട് ഇങ്ങനെ പറയുന്നായിരുന്നു സർജറി ചെയ്യുന്നത്. ഒരു 2-3 വർഷത്തിനുള്ളിൽ നല്ല രീതിക്ക് ഫുൾ ഹെയർ ഫോൾ വന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കുറവ് വന്നിരുന്നു. കാരണം തല കുനിച്ചു പിടിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല രീതിക്ക് ഹെയർ ഫോൾ കാണുമായിരുന്നു. അങ്ങനെ ഞാൻ സർജറി ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ചെയ്ത് ഫുൾ 100% റിസൾട്ട് വന്നതുകൊണ്ട് വേറെ ക്ലിനിക്കുകളെക്കുറിച്ചൊന്നും കൂടുതൽ അന്വേഷിക്കേണ്ടി വന്നില്ല. ഡയറക്റ്റ് ഞാൻ ഇവിടെ അപ്പോയിൻമെൻ്റ് എടുത്തു. അങ്ങനെ സർജറിക്ക് ഡേറ്റ് ഫിക്സ് ചെയ്തു, സർജറി ചെയ്തു. പിന്നെ സർജറിയുടെ ദിവസം ഡോക്ടേഴ്സും ഇവരുടെ ടീമെല്ലാം വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. സർജറി സമയം പോയത് അറിഞ്ഞില്ല. കാരണം അതിനിടയ്ക്ക് മ്യൂസിക് എല്ലാം വെച്ച് എല്ലാവരും നല്ല രീതിക്ക് സംസാരിച്ചൊക്കെയാണ് സർജറി ചെയ്തിരുന്നത്. ഇപ്പോൾ എനിക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നല്ല രീതിക്ക് ഒരു കോൺഫിഡൻസ് ആയി. ഏത് ഫോട്ടോയിലും മുന്നിൽ വന്ന് നിൽക്കാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടി. ആക്ച്വലി സർജറി കഴിഞ്ഞ് ഒരു 6 months കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങിയപ്പോൾ റിലേറ്റീവ്സ് തന്നെ കുറച്ച് പേരും അതേപോലെ നിയർ നൈബേഴ്സ് എല്ലാം ചോദിച്ചു തുടങ്ങി, എന്തൊരു മാറ്റം ഉണ്ടല്ലോ തലയ്ക്ക് മൊത്തത്തിൽ. അപ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് വന്നിരുന്നു, ഓക്കെ റിസൾട്ട് നല്ല രീതിക്ക് വരുന്നുണ്ടെന്ന്. പിന്നെ ഒരു പറഞ്ഞ രീതിക്കുള്ള ഷാംപൂസ് അതുപോലെ കുറച്ച് നമ്മളൊന്ന് കെയർ ചെയ്യേണ്ട തല. അപ്പോൾ അങ്ങനെയുള്ള ഹെയറിനെ ഒന്ന് കെയറിങ് കൊടുത്തപ്പോൾ പിന്നെ ഗ്രോത്ത് കണ്ടപ്പോൾ എനിക്ക് തന്നെ നല്ലൊരു കോൺഫിഡൻസ് തോന്നി. അങ്ങനെ അപ്പോൾ ഞാൻ റിസൾട്ടിന് വേണ്ടി ഇപ്പം എന്നോട് പറഞ്ഞിരുന്നു മാക്സിമം ഒരു 8 to 9 months 10 months ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി എൻ്റെ റിസൾട്ട് വരും. അപ്പോഴാണ് ഒരു ഫുൾ റിസൾട്ട് 100% റിസൾട്ട് ആവുള്ളൂ എന്ന്. അപ്പോൾ ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് കറക്റ്റ് ഒരു 1 year ആയപ്പോഴത്തേക്കും അവർ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് ഒരു ഫുള്ളി നല്ല രീതിക്കുള്ള ഗ്രോത്ത് വന്നു. അപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ആത്മവിശ്വാസം വന്നു. അപ്പോൾ എന്തൊരു ഫോട്ടോ ആയാലും ഫംഗ്ഷൻ ആയാലും നമുക്ക് കോൺഫിഡൻസോടെ തല ശരിക്കും മുന്നിൽ വന്ന് നിൽക്കാനും, ഇതിന് മുന്നേ ഫോട്ടോസ് എല്ലാം എടുക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ തല താഴ്ത്തി പിടിച്ച് ഫോട്ടോ എടുക്കാനൊരു കോൺഫിഡൻസ് കുറവായിരുന്നു. അതുകൊണ്ട് ഈ ഹെയർ ഫോൾ മൂലം ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ അവരൊരു സർജറി ആയിട്ട് കണക്ക് കൂട്ടണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കൃത്യമായിട്ട് കറക്റ്റ് അതിൻ്റെ ഗൈഡ് ലൈൻസ് എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. നമുക്ക് സർജറിയിലേക്ക് ലാസ്റ്റ് സജസ്റ്റ് ചെയ്യും. അതിന് മുന്നായിട്ട് PRP ട്രീറ്റ്മെൻറ്റുകൾ കാര്യങ്ങളെല്ലാം സജസ്റ്റ് ചെയ്തതിന് ശേഷം ഫൈനലി സർജറി വേണമെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മുടെ ഹെയറിൻ്റെ കണ്ടീഷൻ എല്ലാം നോക്കിയതിന് ശേഷമാണ് സർജറിയിലേക്ക് പോവുക. സർജറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും പേടിക്കേണ്ടതായ ഒരു കാര്യമല്ല. അത് വേദന കാര്യങ്ങളൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് അറിയില്ല. ഞാൻ ചെയ്ത മെത്തേഡ് സഫയർ മെത്തേഡാണ്. ആ നീഡിൽ ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. ആ നീഡിൽ നല്ലൊരു എനിക്ക് തോന്നുന്നത് ഞാൻ നീഡിൽ സ്പെഷ്യൽ നീഡിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ നീഡിലിന് അത്ര ഗുണമുണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം നോർമൽ മെത്തേഡ് ചെയ്തതും ഞാൻ ചെയ്തതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം സർജറി കഴിഞ്ഞിട്ടായാലും നമുക്ക് യാതൊരു പെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു കുറച്ച് ദിവസം ജസ്റ്റ് അത് കെയർ ചെയ്യണമെന്ന് മാത്രം. തല സർജറി നമ്മുടെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഭാഗത്ത് അധികം ടച്ച് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുള്ളി നമ്മൾ റിലാക്സ് ആണ്. അതിനെക്കുറിച്ച് വേറെ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ അതങ്ങ് ഗ്രോത്തായി വന്നോളൂ. ആക്ച്വലി ഞാനൊരു 1 year മുന്നേ വന്നപ്പോൾ നമുക്ക് സർജറിയുടെ സെക്ഷൻ അപ്പുറത്തും ബാക്കി ഇതിൻ്റെ ഓഫീസ് സെക്ഷൻ ഇപ്പറയും അങ്ങനെയായിട്ടായിരുന്നു. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ഫ്ലോർ മൊത്തം എല്ലാം ഒരു ലാ ഡെൻസിറ്റി ആയി. നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ ഫുള്ളി ലാ ഡെൻസിറ്റിയുടെ ഒരു ഇതാണ്. കയറി വരുമ്പോൾ ഓഫീസ് കാര്യങ്ങളെല്ലാം ഇന്റീരിയർ കംപ്ലീറ്റ്ലി മാറ്റം വന്നു. എല്ലാം വളരെ ഈസിലി ആയി. മെഡിസിൻസിൻ്റെ സെക്ഷനും PRP എല്ലാം വളരെ ക്ലോസ്ഡ് ആയി. മുന്നേ കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ആയിട്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ കംപ്ലീറ്റ്ലി ഇത് ഫുള്ളി ബിൽഡിംഗ് എല്ലാം എൻ്റെയർ ഡെവലപ്പ് ആയി നല്ലൊരു ആംബിയൻസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു നല്ലൊരു കാണുമ്പോഴേ നമുക്കൊരു പ്ലസൻറ്റ് ഫീൽ ചെയ്യും. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ സർജറിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ ക്ലിനിക്കുകളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് ലാഡൻസിലേക്ക് വരാം. കാരണം എൻ്റെ മുടി തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടി. കാരണം എനിക്ക് 4000 ഗ്രാഫ്റ്റ് ആയിരുന്നു. 4000 ഗ്രാഫ്റ്റ് ചെയ്തു. ഇനി കുറച്ചുകൂടി ചെയ്യാൻ ബാക്കിയുണ്ട്. നമുക്കൊരു 6 months ശേഷം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പിന്നീട് അതിനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ഇനി ഭാവിയിൽ അത് ചെയ്യണമെങ്കിൽ ചെയ്യാൻ എനിക്ക്. പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് കവറായിട്ടുണ്ട്. അതുകൊണ്ട് മേ ബി അതിൻ്റെ ആവശ്യം വരില്ല. സോ ഐ ആം വെരി താങ്ക്ഫുൾ ടു ലാഡൻ സിറ്റി, ദ എൻ്റയർ ടീം, ഡോക്ടേഴ്സ് ആൻഡ് ടെക്നീഷ്യൻസ് ആൻഡ് RMOs, അതുപോലെ ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫ്സ് എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ്. നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാലും ഇവിടെ നിന്ന് അപ്പോയിൻമെൻറ്റ് എടുക്കാനായാലും ഇൻ കേസ് അപ്പോയിൻമെൻറ്റ് നമ്മൾ വിളിക്കുന്ന ദിവസം അവിടെ ബിസി ഷെഡ്യൂൾ ആയാലും ഓക്കെ സാർ പോരെ, നമുക്കത് കുഴപ്പമില്ല, ടൈം അഡ്ജസ്റ്റ് ചെയ്യാം എന്ന രീതിക്കാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഒത്തിരി താങ്ക്സ് ഉണ്ട്. എൻ്റെ ഈ ഒരു ലുക്ക് തന്നെ പഴയ ഒരു ലുക്കിലേക്ക് ആയത്.
കാരണം മുടി പോയപ്പോൾ നമുക്ക് അല്പം ഒരു ഏജ് കൂടിയ പോലെ തോന്നുമ്പോൾ നമുക്ക് അതിനൊരു കുറച്ച് പേര് നമ്മോട് ചോദിക്കും മുടി പോയല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കുറവ് മൊത്തത്തിലൊരു ഫീൽ തോന്നിയിരുന്നു. ഇപ്പോൾ മുടിയെല്ലാം തിരിച്ച് പഴയ ഒരു ലുക്കായപ്പോൾ നമ്മുടെ ലുക്ക് തന്നെ ഒരു പഴയ പോലെ ആയതുകൊണ്ട് നല്ലൊരു ആത്മവിശ്വാസമുണ്ട്. സോ ഐ എം വെരി താങ്ക്ഫുൾ ടു എൻ്റയർ ടീം ഓഫ് ദ ലാൻഡ് ആൻഡ് സിറ്റി ഫോർ ദിസ് ന്യൂ ട്രാൻസ്ഫോർമേഷൻ ഫോർ മൈ ഹെയർ. സോ വെരി ഹാപ്പി.